കൈത്താക്കാലം തുടങ്ങുന്നത് ജൂലൈ മാസത്തിലാണല്ലോ. ഭാരതനാടിന് വിശ്വാസം കൈമാറിയ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മരണത്തിൻ്റെ ഓർമ്മ തിരുനാളും കൂടി ആണ് ഈ മാസം 3-ാം തീയതി. ഒരു മിഷണറിയുടെ ജീവിതത്തിൻ്റെ 4 സവിശേഷതകൾ നാം ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. 1. ആത്മാക്കളെ നേടാനും അതുപോലെ തന്നെ നിത്യജീവൻ പ്രാപിക്കാനും ഉള്ള അതീവ തീക്ഷ്ണത. യേശുനാഥൻ്റെ അന്ത്യവചസ്സുകൾക്ക് ഉത്തരമായിട്ടാണ് ആത്മാക്കളെ നേടാൻ തോമാ ശ്ലീഹ അറിഞ്ഞിട്ടും കേട്ടിട്ടുമില്ലാത്ത, ഭാഷ പോലും അറിയാത്ത നാട്ടിലേക്ക് വന്നത്. അപ്രകാരം മിസ്സിസ് അന്ന സ്കറിയയും തനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയോടൊത്ത് സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും ഒന്നാകണമെന്നുള്ള വിവാഹപ്രതിജ്ഞ അക്ഷരശ പാലിച്ചുകൊണ്ട് ഭർത്താവ് പോയ മലബാറിലേക്ക് 90 ദിവസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞും 3.5 വയസ്സും 6 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്രയായത്. മലമ്പനിയും വസൂരിയും കടുവയും കാട്ടുപോത്തും കൊമ്പനാനയും സിംഹവും മുള്ളും മുരടും മൂർഖൻ പാമ്പും വിളയാടുന്ന ഘോരവനത്തിലേക്കുള്ള യാത്രയിൽ തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ച് മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ തന്നെ തീർച്ചയാക്കി തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് പുറപ്പെടാനുള്ള ആത്മധൈര്യത്തിന് നിറമിഴികളോടെ പ്രാർത്ഥിച്ചു. ഈ സമയം ശക്തിയേകുന്ന ഒരു ദർശനം ആ മകൾ കണ്ടു. വെൺമേഘത്തേരിൽ ഒരു സ്ത്രീ ഒരു കോമള ശിശുവിനെ എടുത്തുകൊണ്ട് വരുന്നു. ഈ ദർശനം ഓരോ സഹനവേളയിലും മുന്നോട്ട് പോകുവാനുള്ള വലിയ ശക്തിയും സന്തോഷവും പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. 2-ാമത്തെ കാര്യം, വചനം ജീവിതബന്ധിയാക്കിയുള്ള ജീവിതമായിരിക്കും ഇവരുടേത്. കർത്താവ് തൻ്റെ അന്ത്യവചസ്സുകളായി തൻ്റെ ശിഷ്യർക്ക് നൽകിയത്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക. അതാണ് തോമാ ശ്ലീഹ ഭാരതനാട്ടിൽ വന്ന് ചെയ്തത്. അപ്രകാരം തന്നെ അന്ന സ്കറിയ തനിക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ആ ദേശത്തുള്ളവരോട് തൻ്റെ വിശ്വാസം കൈമാറി. പലരും രോഗവിമുക്തരായി. ചിലർക്ക് നല്ല മരണം. ചിലർ മാമോദീസ സ്വീകരിക്കുവാൻ ആശിച്ചു. ആ നല്ല അമ്മ ആത്മാക്കൾക്ക് ഉടനെ വീട്ടുമാമോദീസ നൽകി. ചിലർ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ കാര്യത്തിനു വേണ്ടി അടുത്തെങ്ങും പള്ളിയോ പട്ടക്കാരനോ ഇല്ലാത്ത കാലഘട്ടം. 2-ാം ലോകമഹായുദ്ധകാലത്തിൻ്റെ കെടുതികൾ, പഞ്ഞം, പട, വസന്ത, പട്ടിണി എല്ലാം ഭീതി നിറഞ്ഞതെങ്കിലും തനിക്ക് ലഭിച്ച അവസരം ആ അമ്മ അവിടെ നന്നായി വിനിയോഗിക്കുകയായിരുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി ഒരു മരുന്നിൻ്റെ ശേഖരം തന്നെ ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ അമ്മ പ്രാർത്ഥിച്ചു നൽകുന്ന എല്ലാ മരുന്നുകളും കുഞ്ഞു മുതൽ വലിയ ആൾക്കാർ വരെ ഉപയോഗിക്കുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് പേർ ഈ അമ്മയുടെ കൈപുണ്യം ആണ് ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചത് എന്ന് പറയുമായിരുന്നു. മിഷനറി ജീവിതത്തിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും സവിശേഷത അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. താങ്ക് യു. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കേട്ടു എന്നുള്ളതിന് ഒരു ആമേനെങ്കിലും പറയണേ.